നമസ്കാരം. 18 വയസ്സ് കഴിഞ്ഞ ആർക്കെങ്കിലും 1 ലക്ഷം രൂപ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ ആവശ്യമുണ്ടെങ്കിൽ അത് ലഭിക്കാനുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും 18 വയസ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 650 മേളിൽ സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. 1 ലക്ഷം രൂപ വരെയാണ് ലോൺ കിട്ടുക. 10 മിനിറ്റ് കൊണ്ട് ലോൺ കിട്ടും. നമ്മളെപ്പോഴും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ലോണുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പഴയ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അത് ശ്രദ്ധിക്കണം. ഇനി ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടോ മറ്റാരെങ്കിലും പറഞ്ഞതുകൊണ്ടോ പോലും നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് പെട്ടെന്ന് തന്നെ ചാടിപ്പോവല്ലേ വേണ്ടത്. അതിൽ ഉറപ്പ് വരുത്തണം. ആ സംഭവങ്ങളൊക്കെ ഉണ്ട്, ക്വാളിഫൈഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ലോൺ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ സെറ്റ് ലോൺ എന്നാണ്. വിശദമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സെറ്റ് ലോൺ എന്ന് കാണാം. ഇതിൻ്റെ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ആദ്യം തന്നെ ഇത് RBI അപ്രൂവ്ഡ് ആണെന്ന് നോക്കാം. അവർ NBFC എന്ന് പറഞ്ഞ ഒരു പേജ് കാണാം. ഈ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും Decimus ഫിനാൻഷ്യൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ് കാണാം. 9001/2008 സർട്ടിഫൈഡ് കമ്പനിയാണ്. ഇവരുടെ അഡ്രസ്സ് അതുപോലെ തന്നെ ഇവരുടെ സിൻ നമ്പർ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാം. വെബ്സൈറ്റ് ഒക്കെ ഇവരുടെ വെബ്സൈറ്റിൽ ഞാനൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ലെൻഡിങ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ട്. ഈ പേജിൽ കയറിയപ്പോൾ ഈ പറഞ്ഞ സെറ്റ് ലോൺ ആപ്ലിക്കേഷൻ വഴിയാണ് ഇവർ ലോൺ കൊടുക്കുന്നതെന്ന് മനസ്സിലായി. ഇപ്പോൾ വെരിഫൈ ചെയ്തു, ഈ രണ്ട് കമ്പനികളും കണക്റ്റഡ് ആണെന്ന് മനസ്സിലായി. അതിനുശേഷം NBFCയുടെ ലിസ്റ്റിൽ പോയിട്ട് 4381 റോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും Decimus ഫിനാൻഷ്യൽ ലിമിറ്റഡ്, ഫോർമലി നോൺ ആസ് എ KC ഫിൻക്യാപ് ലിമിറ്റഡ് എന്നാണ് നേരത്തെ ഉണ്ടായ പേര്. ഇപ്പോൾ അതിൻ്റെ പേര് Decimus ഫിനാൻഷ്യൽ ലിമിറ്റഡ് എന്നായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു NBFC ആണ് ഈ പറഞ്ഞ ലോൺ കൊടുക്കുന്നത്. എന്തൊക്കെയാണ് ആ ലോണിൻ്റെ ഫീച്ചേഴ്സ്, എങ്ങനെ നമുക്ക് ലോൺ എടുക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. ഇതിൻ്റെ കുറേ പേജുകളുണ്ട്, ലോണിൻ്റെ പേജുകൾ. അതിലത്ത് പ്രൊഡക്റ്റ് പേജ് എന്ന് പറഞ്ഞൊരു പേജുണ്ട്. ഈ പേജിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫീച്ചേഴ്സ് ഓഫ് എ പേഴ്സണൽ ലോൺ. 100% ഓൺലൈനായിട്ടുള്ള പ്രോസസ്സാണ്. 1000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും. ലോവർ പ്രോസസിംഗ് ഫീസാണ്, ലോവർ റേറ്റ് ഇൻട്രസ്റ്റ് ആണ്, സപ്പോർട്ട് 24/7 അവൈലബിൾ ആണ്, ക്വിക്ക് അപ്രൂവൽ ആണ്, ഷോർട്ടർ റീപേയ്മെൻറ്റ് സൈക്കിൾ, ലോൺ ഡിസ്ബസൽ ജസ്റ്റ് 10 മിനിറ്റ്സ്, 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ലോൺ കിട്ടും. ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആണ്, നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടും. കണ്ടീഷൻസ് ഉണ്ട്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട്. നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരായിരിക്കണം, ഇന്ത്യയിലുള്ള വ്യക്തി ആയിരിക്കണം. നമ്പർ 2 18 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം. യുവർ ക്രെഡിറ്റ് സ്കോർ ഷുഡ് ബി മോർ ദാൻ 650, 650 മേളിൽ സ്കോർ ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് മന്ത്ലി സോഴ്സ് ഓഫ് ഇൻകം, സാലറീഡ് പേഴ്സൺ ആയിരിക്കണം. വരുമാനം ഇല്ലാത്തവന് എവിടുന്നും ഒരു ലോണും കിട്ടില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക. വരുമാനം ഉണ്ടായിരിക്കണം. ഫാമിലി ഇൻകം ഷുഡ് ബി മോർ ദാൻ 25,000, അത്രയും ഉണ്ടായിരിക്കണം. നിങ്ങളൊരു സാലറീഡ് പേഴ്സൺ ആയിരിക്കണം. നിങ്ങളുടെ ഫാമിലിയിലെ വരുമാനം, മൊത്തം വരുമാനം 25,000 മുകളിലായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി 10,000 രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ടോട്ടൽ ഇൻട്രസ്റ്റ് ചാർജ് ഡ്യൂറിങ് ദ എൻറ്റയർ ടെനർ ഓഫ് ലോൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് 2,900 രൂപയാണ്. പ്രോസസ്സിംഗ് ഫീസ് 1000 രൂപയും അതർ ചാർജസ് 18% GST 150 രൂപയും. നെറ്റ് ഡിസ്ബസ്ഡ് എമൗണ്ട്, നിങ്ങൾ കിട്ടുന്ന എമൗണ്ട് 8,820. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 8,820 രൂപയെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുള്ളൂ. ടോട്ടൽ എമൗണ്ട് ടു ബി പെയ്ഡ് ബൈ ദ ബോറോവർ 12,900 രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കാൻ വേണം. 8,820 രൂപയ്ക്ക് 12,900 രൂപ തിരിച്ചടക്കണം എന്ന് പറഞ്ഞാൽ അവിടെ 2,900 വന്നു. അതുകൂടാതെ നമുക്ക് 8,800 രൂപയിൽ നിന്ന് നമുക്ക് 1,200 രൂപയും വന്നു. ഏകദേശം നല്ലൊരു എമൗണ്ട് ഇതിന് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കട്ടാവും. ആനുവൽ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് അത് 40.8% ആണ്. ടെനർ ഓഫ് ദ ലോൺ 12 മാസത്തേക്കാണ് നിങ്ങൾക്ക് ലോൺ തരിക. മന്ത്ലി ആണ് റീപേയ്മെന്റ് ചെയ്യേണ്ടത്. 12 മാസമായിട്ട് റീപേയ്മെന്റ് ചെയ്യണം. ഒരു മാസം 1,075 രൂപ വെച്ച് റീപേയ്മെന്റ് ചെയ്യണം. ഓരോ മാസം എങ്ങനെയാണ് റീപേയ്മെന്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. 12,900 രൂപയാണ് ടോട്ടൽ ചെയ്യേണ്ടത്. 1,075 രൂപ പോയി. പിറ്റത്തെ മാസം 11,825 രൂപയാണ്. അതിൽ 1,075 രൂപ അടച്ചു. അങ്ങനെ അടച്ച് അവസാനം 12-ാം മാസം 1,075 രൂപ കിട്ടും. അത് അടച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയി. മറ്റുള്ള റിക്വയർഡ് ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിൽ നിങ്ങളുടെ സെൽഫി വേണം, അതുപോലെ തന്നെ പാൻ കാർഡ് വേണം, അഡ്രസ് പ്രൂഫ്, വോട്ടർ ID കാർഡ് വേണം, 3 മാസത്തെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണം. സിമ്പിളായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സൈനപ്പ് വിത്ത് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID, എൻ്റർ ബേസിക് ഇൻഫർമേഷൻ ആൻഡ് ചെക്ക് എലിജിബിലിറ്റി, വെരിഫൈ യുവർ പ്രൊഫൈൽ ആൻഡ് അപ്ലോഡിംഗ് KYC ഡോക്യുമെൻറ്റ്സ്, പ്രൊവൈഡ് ബാങ്ക് ഡീറ്റെയിൽസ്, ചൂസ് യുവർ ലോൺ എമൗണ്ട് ആൻഡ് ടെനർ, ഗെറ്റ് ലോൺ ഡിസ്ബേഴ്സ്ഡ് ഡയറക്ട്ലി ഇൻ ടു യുവർ ബാങ്ക് അക്കൗണ്ട്. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇനി നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഈ ഒരു സൈറ്റിൻ്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അല്ല അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്.
അപ്ലൈ ഓൺലൈൻ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ലിങ്ക് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ പേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ സൈനപ്പ് ചെയ്യാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ സൈനപ്പ് ചെയ്തിട്ട് KYC പ്രോസസ്സ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ മെയിലിൽ കാണാം. അതുപോലെ തന്നെ ഇമെയിൽ ID നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി ചുരുക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു പേജിൽ അപ്ലൈ നൗ എന്നുള്ള പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് പ്രോസസ്സ് ഇവിടെ തന്നെ സൈനപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഡീറ്റെയിൽ ഒക്കെ എൻ്റർ ചെയ്തിട്ട് പോകാനും സാധിക്കുന്നതാണ്. വളരെ സിമ്പിളാണ്. വെബ് വഴിയും ചെയ്യാം, ആപ്പ് വഴിയും ചെയ്യാം. വെബ് വഴി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്കിടയിലുണ്ട്. പണത്തിന് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ലോൺ എടുക്കുക മാത്രമേ മാർഗ്ഗമുള്ളൂ. വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. അത് നിറവേറ്റുക തന്നെ വേണം. പക്ഷേ തിരിച്ചടക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്രോപ്പറായിട്ട് നമ്മൾ തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകും. നിങ്ങൾക്കറിയാം, നമ്മൾ മാത്രമല്ല നമ്മുടെ സർക്കാരും ഒരുപാട് ലോൺ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ലോൺ എടുക്കാതെ ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് നമ്മൾ ഒരുപാട് സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ സെറ്റപ്പ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ഒരുപാട് സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോകൾ വരും ദിവസങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഓൺലൈൻ ജോലിയുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചമുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ള ആൾക്കാർക്കും ഒക്കെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.